ഇപ്പോൾ സത്യനന്ദിക്കാടിന് വേണ്ടിയിട്ട് ഞാൻ സിനിമ എഴുതാൻ ചെന്നപ്പോൾ എൻ്റെ മനസ്സുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു സംവിധായകനാണ് സത്യനന്ദിക്കാട്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് സത്യനന്ദിക്കാട് എന്നോട് എഴുതാനായിട്ട് വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞത്, ഞാൻ ഇന്നും ഓർക്കുന്നു, എന്നോട് പറഞ്ഞത് ഞാനൊരു അന്തിക്കാടുകാരനാണ്, ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ ജനിച്ചൊരു അന്തിക്കാടുകാരനാണ്. അപ്പോൾ മിഡിൽ ക്ലാസ് ഫാമിലിയിലുള്ള ജീവിക്കുന്ന ആളുകളുടെ കൊച്ചു കൊച്ചു തമാശകളും നൊമ്പരങ്ങളും ഒക്കെ എനിക്ക് പെട്ടെന്ന് മനസ്സിലാവും. അല്ലാതെ നിങ്ങൾ സുപ്രീം കോടതി ജഡ്ജിയും അയാളുടെ റഷ്യ പഠിക്കുന്ന മോളും അയാളുടെ അമേരിക്ക പഠിക്കുന്ന മകനും എന്ന് പറഞ്ഞൊരു കഥയുമായിട്ട് വന്നാൽ എനിക്ക് അത് ചെയ്യാൻ പറ്റില്ല. എന്താണെന്ന് വെച്ചാൽ അവരുടെ ജീവിത രീതികളെക്കുറിച്ചോ ഒന്നും എനിക്ക് യാതൊരു പരിചയമില്ല. അപ്പോൾ എനിക്ക് ആ സിനിമയെ ഇൻവോൾവ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് മിഡിൽ ക്ലാസ് ഫാമിലിയിലെ പ്രത്യേകിച്ച് നാട്ടും പുറത്തുള്ള ആളുകളുടെയൊക്കെ ഒരു കഥയാണെങ്കിൽ എനിക്കത് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റും എന്ന് പറഞ്ഞാൽ അത് ഞാൻ എന്നും ഓർക്കാറുണ്ട്. ഓരോ സംവിധായകർക്കും ഓരോ അഭിരുചിയാണ്. കാരണം ഇപ്പോൾ സത്യനന്ദിക്കാടിൻ്റെ സിനിമ പോലെയല്ല വിജയ് തമ്പിയുടെ സിനിമ, അതുപോലെയല്ല സിബി മലയിലിൻ്റെ സിനിമ, അതുപോലെയല്ല കമലിൻ്റെ സിനിമ. അപ്പോൾ ഓരോ സിനിമകളും വ്യത്യസ്തമായിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതുപോലെയല്ല ഷാജി കൈലാസിൻ്റെ സിനിമ. അപ്പോൾ ഓരോ സിനിമകളും വ്യത്യസ്തമായിരിക്കുന്നത് ആ സംവിധായകർ ഓരോ അവരുടെ അഭിരുചി അതിലൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. അപ്പോൾ നമ്മൾ ഓരോ കഥകൾ പറയുമ്പോൾ, ഇപ്പോൾ ഒരു സംവിധായകനോട് കഥ പറയുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ആ സംവിധായകനെ കുറിച്ചൊരു ധാരണയുണ്ട്. കാരണം മുമ്പൊരിക്കൽ ഞങ്ങൾ സിദ്ദിഖ് ലാലിൻ്റെ ഒരു കഥ സിബി മലയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് കഥ അപ്പോൾ ഔസേപ്പച്ചൻ തന്നെ സാന്ത്വനം ചെയ്ത ഔസേപ്പച്ചൻ തന്നെ പറഞ്ഞു അതിൻ്റെ ഒരു നമുക്കൊരു വീണ്ടും ഒന്ന് ഒരുമിച്ച് ഈ പടം ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിൽ അങ്ങനെ കഥകളൊന്നുമില്ല. അപ്പോൾ സിബി മലയിൽ വെച്ചിട്ട് നമുക്ക് സിബിക്ക് പറ്റിയ കഥകൾ എൻ്റെ അടുത്ത് നമ്മൾ അത്തരം കഥകൾ വരുമ്പോൾ ഞാൻ പറയാം എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞാൽ അങ്ങനെയാണ് ഒരു കഥ കൊണ്ടുവന്നാൽ വെള്ളം ചെയ്യാമെന്ന് വെച്ചു. ശരി, ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് സിദ്ദിഖ് ലാലിൻ്റെ ഒരു കഥ എന്ന് പറഞ്ഞിട്ട് വന്ന് പറയുന്നു. അപ്പോൾ ആ കഥ ഞാൻ പറഞ്ഞു ആദ്യം സിബി മലയിൽ കേൾക്കട്ടെ. സിബി മലയിൽ ആ കഥ കേട്ടതിന് ശേഷം ഞാൻ കേൾക്കാം. ഡയറക്ടർക്ക് ഇഷ്ടപ്പെട്ടാലാണല്ലോ, ഡയറക്ടറാണ് ക്യാപ്റ്റൻ എന്ന് പറയുന്നത്. ഡയറക്ടറാണ് ഇത് ഏതളവിൽ ഇതിൻ്റെ സംഗീതം വേണം, ഏതളവിൽ ഇത് പിക്ചറൈസ് ചെയ്യണം, ഇതിൻ്റെ കോസ്റ്റ്യൂം എങ്ങനെയായിരിക്കണം എന്നെല്ലാം തീരുമാനിക്കുന്ന സംവിധായകൻ. അല്ലെങ്കിൽ കഥ എങ്ങനെയായിരിക്കണം, ഏതുതരം സിനിമയാണ് ഞാൻ ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് ആ സംവിധായകനാണ്.